അപ്പോൾ സന്ധ്യയായപ്പോൾ ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത് നമ്മുടെ അന്നമ്മനോട് അമ്പലത്തിലാട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ വളരെ അടുത്താണ്. ഇപ്പോൾ പോകുന്നതിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. അവിടെ അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയാണ് ഈ വെട്ടവും വെളിച്ചമൊക്കെ കാണുന്നത്. ഉത്സവം തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 ദിവസമായെങ്കിലും ഞങ്ങൾ ഇന്ന് ഫസ്റ്റ് ടൈം ആയിട്ടാണ് പോകുന്നത്. അമ്പലമൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ, ഫുള്ള് വെട്ടം വെളിച്ചമൊക്കെ ഇട്ട്. ശരിക്കും ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് ഓർമ്മകൾ തന്നിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഇത്. കാരണം ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടൊക്കെ ഇവിടെ ആയിരുന്നു കേട്ടോ. ഈ കാണുന്ന ആളുണ്ടല്ലോ, ഇതിൻ്റെ താഴെയായിരുന്നു കേട്ടോ പ്രധാന വീഡിയോയും ഫോട്ടോ ഒക്കെ. ഇതായിരുന്നു പ്രധാന സ്പോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ നിന്ന് ഞങ്ങൾ ഒരുപാട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല കേട്ടോ, ഇവിടെ വന്ന് തൊഴുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അതിൻ്റെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ടാണെന്നാട്ടോ എനിക്ക് തോന്നുന്നത്. അങ്ങനെ അമ്പലം ചുറ്റി നടക്കുന്ന സമയത്താട്ടോ അവിടെ ആനയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നേ. അത് കാണാൻ വേണ്ടിയിട്ട് കുറേ പേര് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളായാലും ഒരുപാട് ആളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം നോക്കി നിന്നിട്ട് ഞങ്ങളും മുന്നോട്ട് നടന്നിട്ടോ. പിന്നെ അവിടെ 1-2 സ്റ്റേജുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോന്നിലും ഓരോ പരിപാടിയായിരുന്നേ. ഞങ്ങൾ നിന്നവിടുത്ത് കുറുത്തിയാട്ടം മറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് നേരം നോക്കിയിരുന്നു. അങ്ങനെ അമ്പലത്തിലെ പകുതി മുക്കാലും കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടോ. അപ്പോൾ പിന്നെ ഇനി നമുക്ക് എന്താ കവർ ചെയ്യാനുള്ളത്? ഇനിയല്ലേ അവിടെ കടകളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് നടന്നേ. ഇവിടുന്ന് തൊട്ടാട്ടോ ശരിക്കും കടകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഈ വഴി അങ്ങോട്ട് ഏറ്റവും അറ്റത്തേക്ക് എത്തുന്നത് നമ്മുടെ റോട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ റോട്ടിലും നമുക്ക് മെയിനായിട്ടൊരു കവാടം വെച്ചിട്ടുണ്ട്, എൻട്രൻസ് പോലെ തന്നെ. അപ്പോൾ ഈ വഴികൾ മൊത്തം കടകളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളും ഒന്ന് അവിടെയും വരെ നടന്നിട്ട് വരാമെന്ന്. അങ്ങനെ നടന്നൊക്കെ എത്തിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ ബാലൻസ് എന്താ, ഒരു ബജിയും കൂടി കഴിക്കണമല്ലേ. അപ്പോൾ ഞങ്ങൾ ഈ ബജിക്കടയിലും കയറി കേട്ടോ. എൻ്റെ ഫേവറേറ്റ് മുളക് ബജി ആയതുകൊണ്ട് ഞാൻ അത് തന്നെ കേട്ടോ പറഞ്ഞത്. അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ വേഗം തിരിച്ചിട്ടോ. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറിയും കൂടി വാങ്ങാനുണ്ട്. എന്നാൽ പിന്നെ അതും കൂടി വാങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ പോകാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വേഗം പച്ചക്കറി ഷോപ്പിലും കൂടി കയറി കേട്ടോ. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോയേ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.